വചനസാരം വചനസാരം. കപടമത നേതാക്കളായ ഫരിസേയരും ഹെരോദേസ് പക്ഷക്കാരും ഈശോയെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന കാഴ്ചയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. ഒറ്റ ചോദ്യം മാത്രമേ അവർ ചോദിച്ചുള്ളൂ: സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ആധ്യാത്മിക തലത്തിൽ ക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്ന നേതാക്കൾ രാഷ്ട്രീയമായി നേരിടാൻ കുബുദ്ധിമെനയുന്നു. എന്നാൽ കാപട്യം തിരിച്ചറിയുന്ന ക്രിസ്തു വളരെ വിവേകപൂർവം മറുപടി പറയുന്നു: സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന്. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തു നികുതി കൊടുക്കുന്നതിന് അനുകൂലിക്കുന്നുമില്ല, അതിനെതിരെ സംസാരിക്കുന്നുമില്ല. അതുകൊണ്ടാണ് സുവിശേഷം ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നത്: അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. വളരെ ലളിതമെന്ന് തോന്നിപ്പിക്കുന്ന കുറുക്കു ചോദ്യം അസാമാന്യ വിവേകത്തോടെ ക്രിസ്തു നേരിട്ടപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്: ദൈവിക ജ്ഞാനത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല. പലരും പഠിച്ച് ഏറ്റവും നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ജോലിയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ശാസ്ത്രീയ തലത്തിൽ ശാസ്ത്രീയമായ ഉന്നത പഠനങ്ങളൊക്കെ കഴിഞ്ഞ് സയൻസാണ് എല്ലാം എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ജീവിക്കുമ്പോൾ, ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇവർക്കൊന്നും സാധിക്കാറില്ല. അതിന് ഉത്തരം നൽകാൻ മാനുഷിക തലത്തിനപ്പുറം ദൈവിക ജ്ഞാനത്തിന് മാത്രമേ സാധിക്കൂ എന്ന കാര്യം നാം മറന്നുപോകാറുണ്ട്. നിങ്ങൾക്കും ഈ ജ്ഞാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2 മാർഗം മാത്രമേ ഉള്ളൂ: ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വിജ്ഞാനം. സ്നേഹം നിറഞ്ഞവരെ, രാജ്യത്ത് മതത്തിനുമേൽ മൂർച്ചയുള്ള ഇരുതലവാളായ രാഷ്ട്രീയം തൂങ്ങി നിൽക്കുന്ന കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് ഒരു കൈയിൽ വിശുദ്ധ ഗ്രന്ഥവും മറുകൈയിൽ ദിനപത്രവും പിടിച്ചു നടക്കേണ്ട കലികാലമാണ്. അപ്പോൾ ദൈവിക ജ്ഞാനം ഇല്ലെങ്കിൽ ഇതുപോലെ കുനിഷ്ട ചോദ്യങ്ങൾക്ക് വിവേകപൂർവം മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ ഉള്ളം പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ വിവേകമുള്ളതാക്കി മാറ്റണമേ എന്ന്. വചനസാരം വചനസാരം.